നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കളമശ്ശേരി സ്ഫോടനത്തിനും കുസാറ്റ് അപകടത്തിനും ശേഷം കേരളം ഞെട്ടിയ മറ്റൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിലുണ്ടായ സ്ഫോടനം. രണ്ടുപേരുടെ ജീവനെടുക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ആരാണ് യഥാർത്ഥ ഉത്തരവാദിയെന്നോ ഇതിനു പിന്നിലെ കാരണം എന്തെന്നോ കണ്ടെത്താതെ പോലീസ് അങ്ങ് വിലസുകയാണ്. പുതിയതായി ഗൃഹപ്രവേശനം നടത്തിയ വീട് പോലും ചിന്ന ഭിന്നമായ കാഴ്ച വേദനയോടെയാണ് നമ്മൾ കണ്ടത്. ഈ സംഭവത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം തേടി ഇരകൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. നഷ്ടപരിഹാരം കണക്കാക്കാൻ പ്രത്യേക കമ്മീഷനെ നിയമിക്കണം എന്നാണ് അവരുടെ ആവശ്യം. വെടിക്കെട്ട് അപകടത്തിന് ഉത്തരവാദികളായവർ മതിയായ നഷ്ടപരിഹാരം തരണമെന്നും ഇല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുവാനാണ് തീരുമാനമെന്നും ആക്ഷൻ കൗൺസിൽ അംഗം ആർ ദാസ് അറിയിച്ചു. വെടിക്കെട്ടിന് ആരാണ് ഉത്തരവാദി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയും പോലീസിന് വന്നിട്ടില്ല. ലൈസൻസ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴിഞ്ഞു. നിയമപരമായിട്ടല്ല വെടിക്കെട്ട് പുര പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞ് സർക്കാരും കൈയൊഴിഞ്ഞു. അപകടം നടന്ന് 3 ദിവസം പിന്നിടുമ്പോഴും നഷ്ടപരിഹാരം സംബന്ധിച്ച യാതൊരു വ്യക്തതയും ഇല്ല. സന്നദ്ധ സംഘടനകൾ ചേർന്ന് വീടുകൾ വൃത്തിയാക്കി തന്നു. പഴയ രീതിയിൽ താമസിക്കാൻ ഇപ്പോൾ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. എത്രയും വേഗം നഷ്ടപരിഹാരം ലഭിക്കുകയും പഴയ രീതിയിൽ ജീവിക്കുവാനും കഴിയണം എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തി പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. അതേസമയം പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മജിസ്ട്രേറിയൻ അന്വേഷണത്തിന് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുകയാണ്. സബ് കളക്ടർ കെ മീര അന്വേഷണം നടത്തും. സ്ഫോടനത്തിൽ പോലീസ് അന്വേഷണവും ഊർജിതം തന്നെ. സംഭവത്തിൽ അറസ്റ്റിലായ 4 പേരെയും റിമാൻഡ് ചെയ്തു. സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി മാറിയത് നമ്മൾ അറിഞ്ഞതാണ്. ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം പാരിപ്പള്ളി സ്വദേശി അനിൽ, ആദർശ്, ആനന്ദൻ എന്നിവർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ICUവിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ഒരാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്ഫോടനത്തിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ ഭൂചലനം ഉണ്ടായി. സമീപത്തെ 30ഓളം വീടുകളാണ് കേടുപാടുകൾ സംഭവിച്ചത്. വാർഷിക വെടിക്കെട്ടിന് പേരുകേട്ട പുതിയിടം ക്ഷേത്രത്തിൽ പടക്കം ഇറക്കുന്നതിനിടയിലായിരുന്നു സംഭവം ഉണ്ടായത്. പാലക്കാട് നിന്നും കൊണ്ടുവന്ന പടക്കങ്ങൾ അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഉഗ്രസ്ഫോടനം നടന്നു. ഉഗ്ര ശബ്ദത്തോടു കൂടിയുണ്ടായ ആ സ്ഫോടനത്തെ ഒരു ഭൂമി കുലുക്കം എന്നാണ് ഇപ്പോഴും നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത്. സ്ഫോടനത്തിന് ശേഷം ചേതനയേറ്റ മൃതശരീരങ്ങളും പരിക്കേറ്റവരുടെ കരച്ചിലും തകർന്ന വീടുകളും ചിതറിക്കിടക്കുന്ന ജനൽ ചില്ലുകളും പാത്രങ്ങൾ ഉൾപ്പെടെ ചിന്ന ഭിന്നമായ ആ കാഴ്ച കണ്ടുനിന്നവരുടെ എല്ലാവരുടെയും കരൾ അലിയിപ്പിച്ചു. അല്ലെങ്കിലും നിയമവിരുദ്ധമായിട്ടും അനധികൃതമായിട്ടും ചെയ്യുന്ന ഏതൊരു കാര്യവും പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ അപകടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇത്തരത്തിലുള്ള അനധികൃത വ്യവസായങ്ങൾക്ക് മേൽ ഒരു കടിഞ്ഞാൾ ഒരു മുഴം മുൻപേ ഇടുന്നതല്ലേ നല്ലത്.